ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മാംദാനി പല കാര്യങ്ങളിലും സ്വതന്ത്ര നിലപാടുള്ള ആളാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈയിടയ്ക്കായിട്ട് അദ്ദേഹത്തോട് കുറച്ച് അനുഭാവം തോന്നിത്തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇസ്രയേൽ ആക്രമണത്തിൻ്റെ 2ാം വാർഷികമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആ അനുഭവത്തെ ഒന്ന് കുറച്ചു. കാരണം അദ്ദേഹത്തിന് സ്വതന്ത്രമായൊരു നിലപാടില്ല. ആ മുസ്ലിം ലോകത്തെ ആ തീവ്ര നിലപാടാണ് അദ്ദേഹവും ആവർത്തിക്കുന്നത് എന്ന് തോന്നിപ്പോയി. അപ്പോൾ അദ്ദേഹം ഈ ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെ 1200 പേരെ കൊന്നു, 300 പേരെ പിടിച്ചുകൊണ്ട് പോയി. അതിലൊക്കെ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു, ദുഃഖം പ്രകടിപ്പിക്കുന്നു. ഈ പിടിച്ചുകൊണ്ട് പോയവരൊക്കെ തിരിച്ചെത്തണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നല്ല കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഒരു താങ്കൂടിയുണ്ട്. അത് ഇതിനെ തുടർന്ന് പിന്നെ തുടങ്ങിയ ആ ജനോസൈഡൽ വാറാണ് തുടങ്ങിയത്. കൂട്ടക്കുരുതിക്കുള്ള യുദ്ധം പിന്നെ ഇസ്രായേൽ തുടങ്ങി വെച്ചു. പിന്നെ ഒരുപാട് മനുഷ്യർ പിന്നെ അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ അവരോടും ഐക്യദാർഢ്യവും അവരോടും ദുഃഖം പ്രകടിപ്പിക്കുന്നു, അവരും അവരുടെ കുടുംബങ്ങളോടും ദുഃഖം പ്രകടിപ്പിക്കുന്നു. പിന്നെ ഇതിലെല്ലാം അമേരിക്കയുടെ ഒരു കൂട്ടാളിയാണ്, ഒരു പങ്കാളിയാണ്. ഈ ഇസ്രായേൽ ചെയ്യുന്നതിനെല്ലാം ഒരു പങ്കാളിയാണ്. അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പിന്നെ ഈ ഇസ്രായേലിൻ്റെ ഓക്യുപ്പേഷൻ ആൻഡ് അപ്പാർത്തൈഡ് ഇത് നിർത്തണം എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ 77 വർഷമായിട്ട് അവിടെ ഒരു രാജ്യമാണ്. അതിനു മുമ്പ് 1922 മുതൽ അത് അന്നത്തെ ലീഗ് ഓഫ് നേഷൻസ് അംഗീകരിച്ചതാണ് ആ പ്രദേശം അവർക്ക്, യഹൂദർക്ക്. അപ്പോൾ അതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പാണ് യഹൂദർ അങ്ങോട്ട് കുടിയേറ്റം തുടങ്ങിയതും അവിടെ സ്ഥലങ്ങളൊക്കെ മേടിച്ച് അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ ആരംഭിക്കുന്നതും. അപ്പോൾ അവർക്ക് ഒരു ശക്തി പ്രാപിച്ചപ്പോഴത്തേക്ക് അയൽക്കാർ മറ്റ് മുസ്ലിം ജനവിഭാഗം അവർ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ശക്തിപ്പെട്ടു, പിന്നെ ആയുധബലം കൊണ്ട് ശക്തിപ്പെട്ടു. അങ്ങനെയാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് അവരെ അംഗീകരിക്കുന്നത്. മാൻഡേറ്റോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് 1.5 നൂറ്റാണ്ടായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ 1.5 നൂറ്റാണ്ടിന് ശേഷവും അവർ ഓക്യുപ്പേഷൻ ആണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമിരിക്കുന്നത്? ആ പടം ഇത്തിരി പോകുന്നൊരു സ്ഥലമാണ്. ഈ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആകപ്പാട് 1 കോടിയിൽ താഴെയാണ് ജനസംഖ്യയും. അപ്പോൾ ആ മനുഷ്യർക്ക് കൂടി അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, ആ ജൂയിഷ് സ്റ്റേറ്റ് ആ ഓക്യുപ്പേഷൻ ഇല്ലാതായാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആ മുസ്ലിം ലോകത്തിൻ്റെ ആ തീവ്ര നിലപാട്, അതിനൊരു മാറ്റം വേണ്ടേ? അപ്പം സൊഹ്റാൻ മാംദാനിയെ പോലെയുള്ള ആ പുരോഗമനവാദികൾ ആ രീതിയിലൊന്ന് ചിന്തിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളത് ഖേദകരമായിപ്പോയി. പിന്നെ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ ഈ വർണ്ണവിവേചനം. അപ്പം ഈ ഇസ്രായേലിലെ യഹൂദരാഷ്ട്രത്തിനുള്ളിൽ ഏതാണ്ട് 20% പിന്നെ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും സൈന്യത്തിലൊന്നും ചേരുകയൊന്നും പിന്നെ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ രംഗത്ത് വരേണ്ടതില്ലാന്ന് അങ്ങനെ എന്തോ ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗാസായിലൊക്കെയുള്ള ആളുകൾ വ്യത്യസ്തരായ മനുഷ്യരാണ്, വേറെ അവരുടെ ഭാഗത്തല്ല. അപ്പോൾ ഇത് അപ്പാർത്തൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. യഹൂദരല്ലാത്തവർക്ക് തുല്യ അവകാശമില്ല എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. യഹൂദരാജ്യം അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവാം, അതിനൊരു മാറ്റവും ആവശ്യമുണ്ടാവാം എന്ന് മാത്രം. പക്ഷേ ഇത് പിന്നെ ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കാനും ആ യഹൂദരെ അവിടുന്ന് മൊത്തമായിട്ട് പുറത്താക്കാനുമുള്ള ഒരു ചിന്താഗതി, അതും ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവരും കൂടി അവിടെ ജീവിച്ചു പോട്ടെ എന്ന് അങ്ങനെ ഒരു ചിന്താഗതിയല്ലേ വേണ്ടത്, അങ്ങനെ ഒരു മാറ്റമല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ സമാധാനം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലേക്ക് മുസ്ലിം ലോകത്ത് അതുണ്ടായി കാണുന്നില്ല. പക്ഷേ ഈ ഗാസായുടെയൊക്കെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, പിന്നെ ജോർദാനും പിന്നെ ഈജിപ്റ്റും അവരൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇവിടെ ചാകുന്നതും കൊല്ലുന്നതും ഒന്നും അവർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. ആ ഒരു സഹവർത്തിത്വത്തോടെ ജീവിക്കാനുള്ള ഒരു ആശംസയായിരുന്നുവെങ്കിൽ, ഒരു ആഹ്വാനമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ആ തീവ്ര മുസ്ലിം നിലപാട് ഇദ്ദേഹം പിന്നെ പറയുകയാണ് ചെയ്തത്. അത് ഏതായാലും ഖേദകരമായിപ്പോയി. അത് ഒരുപക്ഷെ ഇലക്ഷനിൽ തന്നെ അതൊരു ദോഷമായിട്ട് ബാധിക്കുന്നതിന് കാരണം ഇപ്പം ഈ മാംദാനിയെ സപ്പോർട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് കൂടി അവരെ കൂടി ചിലപ്പോൾ പിളയ്ക്കുന്ന ഒരു പ്രസ്താവനയായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. യഹൂദർ അവരുടെ നിലപാട് ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾ പോലും പിന്നെ മാംദാനിക്ക് എതിരായി എന്നും വരാം. പക്ഷേ പിന്നെ ഇപ്പോഴത്തെ ഈ പിന്നെ അഭിപ്രായ വോട്ടിലൊക്കെ മാംദാനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി വോട്ടേ പിന്നെ പ്രധാന എതിരാളി ആൻഡ്രൂ കോമോയ്ക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 48% മാംദാനിയെ അനുകൂലിക്കുന്നു, 24% ഉള്ളൂ പിന്നെ ആൻഡ്രൂ കോമോയെ അനുകൂലിക്കുന്നവർ. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീബായ്ക്ക് ഏതാണ്ട് 13% പേരുടെ പിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 10% പേരോളം ഇതുവരെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ വന്നാലും മാംദാനി നിഷ്പ്രയാസം ജയിക്കുമെന്നുള്ളൊരു സാഹചര്യമാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ. അപ്പോൾ ആ നിലപാടുകളിൽ
ആ തീവ്ര നിലപാടുകളുടെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ അമേരിക്കയിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിന് പകരം ഒരു തീവ്ര ഇസ്ലാമിക് നിലപാടാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ബുദ്ധിപരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കാരണം മാംദാനിക്ക് കിട്ടിയിരിക്കുന്ന പ്രാധാന്യം നമുക്കറിയാം. മിനിയാപോലിസിൽ മാംദാനിയെപ്പോലെ വേറൊരു മേയർ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഇനി പോർട്ട്ലൻഡിൽ ഇതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ, അവിടെ ആ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളെല്ലാം ആ നിലപാടുകളിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മാംദാനി കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെയുള്ള ഒരു വിവാദപരമായ ഒരു കാര്യത്തിൽ ഒരു തീവ്ര നിലപാടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നു, അല്ലെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നു ആയ കാര്യങ്ങൾ മാത്രം പറയുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഹമാസ് ചെയ്തു വെച്ചത് അത്തരം പരിപാടിയാണ്. മര്യാദയ്ക്ക് പാട്ടും കേട്ടിരുന്ന ഫെസ്റ്റിവലിലേക്ക്, സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് ചെന്നിട്ട് 10,200 പേരെ നിഷ്കരണം കൊല്ലുക, 300 പേരെ പിടിച്ചോണ്ട് പോവുക. അതൊക്കെ ഏത് രാജ്യത്ത് നടക്കും, എവിടെ നടക്കും? അപ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ജനോസൈഡൽ വാറെല്ലാം ജനോസൈഡാണ്. ആളുകളെ കൊല്ലും, കുട്ടികളെ കൊല്ലും, കുഞ്ഞുങ്ങളെ സ്ത്രീകളെ കൊല്ലും. എന്ത് കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വരും വരാഴികളെ പറ്റി ആലോചിക്കാതെ ഒരു കൂട്ടം ആളുകൾ ചെയ്തു കൂട്ടിയ ആ ദ്രോഹകൃത്യങ്ങളുടെ ഒരു ഫലമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി പുതിയൊരു ചിന്താഗതി വരുന്നതിന് പകരം ആ പഴയ കാര്യങ്ങൾ തന്നെ, പഴയ വൈരാഗ്യം തന്നെ ആവർത്തിച്ച് പറയുന്നത് തികച്ചും ഖേദകരമാണ്.